ഈ വീഡിയോ ഇഷ്യൂ ആഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അതായത് ഈ IR ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ഇഷ്യൂ ആഡ് ചെയ്യുമല്ലോ, അതിനെ പറ്റിയിട്ട്. ഇതാണ് ഇന്നലെ ശ്രീഷ്മ ക്ലോസ് ചെയ്ത IRകൾ. അതായത് നമ്മൾ ലൊക്കേഷൻ എടുത്ത് കൊടുക്കുമല്ലോ, ലൊക്കേഷൻ സോർട്ട് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനും എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ വെച്ചിട്ട്. ഈ IRകളാണ് ഇപ്പോൾ നമ്മൾ ഇഷ്യൂ ആഡ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 15 എണ്ണം ഉണ്ട്. ഇത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു ക്രോം എക്സ്റ്റൻഷൻ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ONDM ഓപ്പൺ ചെയ്യുക, ബിൽ മാനേജ്മെൻറ്റ് എടുക്കുക, IR എടുക്കുക. സാധാരണ നമ്മൾ IR സെർച്ച് ചെയ്യുന്ന ആ പേജ്. ഈ പേജിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ക്രോം എക്സ്റ്റൻഷൻ എടുക്കുക. ഇതിൽ KW IR ഇഷ്യൂ ഓട്ടോമേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. അതായത് ഓട്ടോമേറ്റ് ചെയ്തിട്ട് ഇഷ്യൂ ആഡ് ചെയ്യാൻ. ഇതിൽ കണ്ടോ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സെലക്ട് എക്സൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും. ഓക്കെ, ഈ എക്സൽ ഷീറ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ, നമ്മൾ ലൊക്കേഷൻ ടേബിൾ എടുക്കുന്ന ടൈമിൽ, അതായത് ഇതാണ് നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ഇതിന് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ എങ്ങനെയാണ് ഇതിന്ന് ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡൗൺലോഡ് IR എക്സൽ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ലൊക്കേഷൻ അനുസരിച്ച്, അതായത് നേരത്തെ ഒരു ടേബിൾ ജനറേറ്റ് ചെയ്തല്ലോ നമ്മൾ IR ക്ലോസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ടേബിൾ, ആ സെയിം സാധനം എന്തിൽ കിട്ടും, എക്സൽ ഫോർമാറ്റിൽ കിട്ടും. അതായത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. നമുക്ക് ഇത് കണ്ടോ, 194400, 194401, ഇതേ ഓർഡറിൽ എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും വെച്ചിട്ട് ഒരു എക്സൽ ഷീറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെ ജനറേറ്റ് ചെയ്ത എക്സൽ ഷീറ്റ് എന്ത് ചെയ്യുക, നമ്മളിതിൽ കൊടുത്തിട്ട് ആ എക്സൽ ഇവിടെ ഓപ്പൺ ചെയ്യുക. എക്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ റീഡ് എക്സൽ കൊടുക്കുക എക്സ്റ്റൻഷനിൽ. അപ്പോൾ താഴെ കണ്ടോ, സൈറ്റ് 15 എണ്ണം റീഡ് ചെയ്തു. എന്നിട്ട് അനലൈസ് കൊടുക്കുക, അനലൈസ് ഓൺ KW സൈറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ താഴെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ കണ്ടോ 3/4, 5/15 എന്നൊക്കെ പറഞ്ഞിട്ട് 15 എണ്ണത്തിൽ 7 എണ്ണം ലോഡായി, ഇപ്പോൾ 8 എണ്ണം ലോഡായി. അതങ്ങനെ 15 എണ്ണം ആദ്യം ഈ എക്സ്റ്റൻഷൻ എന്ത് ചെയ്യും, ഒന്ന് അനലൈസ് ചെയ്യും. ഓക്കെ, ആ 15 എണ്ണം ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 15 എണ്ണം അനലൈസ് ആയി. എന്നതിന് ശേഷം താഴേക്ക് നോക്കിയാൽ നമുക്ക് ഓരോ IRൻ്റെയും ഇഷ്യൂ ഇവിടെ ജനറേറ്റ് ചെയ്ത് കാണാം. കണ്ടോ, ഇതെല്ലാമാണ് അതിൻ്റെ ഇഷ്യൂകൾ ജനറേറ്റ് ആയിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപ്ലൈ സെലക്റ്റഡ് ഇഷ്യൂസ്, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഇഷ്യൂ ആഡ് ആവുള്ളൂ. ഈ സ്റ്റെപ്പ് വെച്ച് നിർത്തരുത്, ഇതിൽ അപ്ലൈ എന്നും കൂടെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും, 15 ക്ലോസ്ഡ് IR കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇതെന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇത് അനലൈസ് ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ക്ലോസ് ചെയ്യാത്ത IRകൾ വല്ലതും ഉണ്ടോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുന്നിൽ അനാലിസിസ് സ്റ്റെപ്പ് കൊടുത്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ സെലക്റ്റഡ് IR കൊടുക്കുക. അപ്പോൾ നിങ്ങൾ താഴെ ശ്രദ്ധിച്ചാൽ കാണാം, കണ്ടോ 2/15, അതായത് 15 രണ്ടാമത്തെ ഇഷ്യൂ അടിക്കുന്നു, 15 മൂന്നാമത്തെ IR ഇഷ്യൂ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ഈ 15 IRലും ഓട്ടോമാറ്റിക്കായി, അതായത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എന്താണോ അതിൻ്റെ ഇഷ്യൂ. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു IRൻ്റെ നേരെ എന്ത് കൊടുക്കും, ആ ഷീറ്റിൽ ഏതാണ് ലീക്ക്, ഇപ്പോൾ 75 mm PVC ലീക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, സിസ്റ്റം ഓട്ടോമാറ്റിക് ആ ഡിസ്ക്രിപ്ഷൻ വായിച്ച് അതിൻ്റെ ഇഷ്യൂ ഹെഡ് സബ് ഹെഡ് നമ്പർ ഏതാണോ അത് പ്രോപ്പറായിട്ട് അതേ IRൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്യും. ആ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ കംപ്ലൈൻറ്റ് നിങ്ങൾ എക്സലിൽ അടിക്കുമ്പോൾ ആദ്യം പറയാറില്ലേ, സിമെൻറ്റ് കോൺക്രീറ്റ് റീസ്റ്റോറേഷൻ ഉള്ള സ്ഥലത്ത് CC എന്ന് കൊടുക്കണമെന്ന്. അപ്പോൾ സിസ്റ്റം CC എന്ന് ഡിസ്ക്രിപ്ഷൻ കണ്ടാൽ അവിടെ എന്ത് കൊടുക്കും, ഡിമോളിഷിങ്, GSB ലേ ചെയ്യുന്ന കൊടുക്കും, കോൺക്രീറ്റ് ലേ ചെയ്യുന്ന കൊടുക്കും. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായി ചെയ്യും, നമ്മൾ ഓരോന്ന് ചെയ്യണ്ട. ഇപ്പോൾ കണ്ടോ 15/15, 15 എണ്ണം എന്തായി, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ താഴെ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, അപ്ലൈ റൺ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത്ര 15 IRന് ഇഷ്യൂ കണ്ടോ, മിനിറ്റുകൾ കൊണ്ട്, ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്തു, ആ 15 എണ്ണം ഇഷ്യൂ അടിച്ച് തീർന്നു. ഇനി നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഈ CC ഉള്ളതെന്ന് എടുക്കാം, അതിലാവുമല്ലോ കുറേ ഇഷ്യൂ ഉണ്ടാവുക. ഞാനത് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു, സെർച്ച് ചെയ്തു. ഓക്കെ, ഓപ്പൺ ചെയ്തു, താഴെ നോക്കാം, കണ്ടോ അതിൽ ഈ 4 എണ്ണം ഇഷ്യൂ എന്തായിട്ടുണ്ട്, ആഡ് ആയിട്ടുണ്ട്. അതും പ്രോപ്പറായിട്ടുള്ള ഹെഡ് സബ് ഹെഡ് ക്വാണ്ടിറ്റി വാല്യൂസിൽ. കണ്ടോ, ഇങ്ങനെ മുന്നേ നമ്മൾ പ്രീസെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഈ എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ നമുക്ക് ആഡ് ആയിട്ടില്ല. ഒന്നുകൂടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 63 PVC ലീക്കാണ്. ആ IR കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു, സെർച്ച് ചെയ്തു.
സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തു. താഴെ നോക്കുമ്പോൾ കണ്ടോ PVC ലിക്ക്. ഇവിടെ കണ്ടോ നിങ്ങൾ സ്കീം നെയിം മുണ്ടയിൽപ്പടിയാണ് സ്കീം നെയിം. അതിനനുസരിച്ച് 2.003 എന്ന് കമൻറ്റിൽ വരെ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അങ്ങനെ സെറ്റ് ചെയ്തൊരു പ്രോഗ്രാമാണ് ഇത്. പിന്നെ നമ്മൾ ആ ലൊക്കേഷൻ്റെ എക്സൽ എടുത്ത വീഡിയോ എന്തുണ്ട് ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ലൊക്കേഷൻ എന്ത് ചെയ്യുക, സോർട്ട് ചെയ്യാന്ന് മനസ്സിലാവും. അതിങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇഷ്യൂ